നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് ഇരുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വാവലുകൾ അതിന്റെ കരച്ചില് മാത്രം കേൾക്കാം ഇതിൻ്റെ ഉള്ളില്. അപ്പൊ ആ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പോ മഴവെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും കാണാൻ പറ്റില്ല. അവസാനം കുട്ടൻ ടോർച്ചായിട്ട് വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു സ്വബോധാവസ്ഥയിലായിരുന്നില്ല. പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഒരു മൂളലായിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ മഴ പെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കല്ലും വീണുണ്ടായിരുന്നു. ഇത് ടോർച്ചായിട്ട് വന്നപ്പോഴാണ് കണ്ടത്. കല്ല് വീണേൻ്റെ ടക്ക് ടക്ക് എന്നുള്ള ഒരു ഒച്ച മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. അത് ആ പാറയുടെ ഇടുക്കിലിടിച്ച് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിലോ തങ്ങി നിൽക്കണമായിരുന്നു. അതിനുശേഷം കാലുകൊണ്ട് ഞാൻ തടഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കല്ല് കിട്ടി. പിന്നെ അവിടെയാണ് നിന്നേച്ചത്. ഈവനിങ് ഒരു 4 o'clock அவங்க ஒரு 8 பேர் காலேஜ்ல வந்திருந்தாங்க. அவர் ஸ்லிப் ஆகி சொன்னோன்னே நேரம் இங்கதான் என்கிட்ட சொன்னாங்க. கீழே இதுக்கப்புறம் பில்லர் ராக்னு ஒரு ஏரியா இருக்கு, அங்கிருந்து ஆளுங்க வந்து கயிறுல உள்ள பட்டு பேசினாங்க. அப்போ வந்து கீழே இருந்து அவர் பேசிட்டு இருந்தார், சவுண்டு கேட்டது. உடனே ஃபயர் சர்வீஸ் ஆள் கூட்டிட்டு வந்து அவர் ஃப்ரெண்டு கீழே இறங்கி அவரு ஒரு கயிறு கட்டி மேல தூக்குனாங்க. அந்த ஸ்பாட்ல விழுந்து இதுவரை யாரோட பாடி எடுத்தது கிடையாது. இதுதான் ஃபர்ஸ்ட் பர்சன் ഉയിരോടെ കാപ്പാത്തിനത്. അവർ ഫ്രണ്ട് தான் അവർക്ക് ദൈവം. വലിയ കുഴിയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും ഒരു ചെറിയ കൊച്ചിന് പോലും കവച്ചു വെച്ച് പോകുന്ന അത്രയും ഗ്യാപ്പുള്ള കുഴിക്ക്, വ്യാസമുള്ള കുഴിക്ക്. സുഭാഷ് ആ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ കാലെടുത്ത് വെച്ച് അപ്പുറത്തോട്ടൊക്കെ ആയിരുന്നു. പെട്ടെന്ന് കാല് സ്ലിപ്പായി അങ്ങോട്ട് ഒറ്റ പോകാറുണ്ട് അടിയിലോട്ട്. പിന്നെ എല്ലാവർക്കും എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാത്തവർ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും